ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഐസോമർ പെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. SSLC 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോമർ പെയർ കണ്ടുപിടിക്കാനും ഇങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിന്റെ ഐസോമറിക് പെയർ ഏതാണ്, ഏത് ടൈപ്പ് ഐസോമറിസം ആണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് H വരെയുള്ള കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പെയർ കണ്ടുപിടിക്കണം. പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അത് പെയറാണ്, ഇതിൽ സി ഉണ്ട് അതിലും O ഉണ്ട്, അപ്പൊ അതും പെയർ ആയിരിക്കും, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ഐസോമർ പെയറിനെ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾ ആദ്യമേ എഴുതി നോക്കുക. എന്താ മോളിക്കുലാർ ഫോർമുല? കാർബണിന്റെ എണ്ണോ ഹൈഡ്രജന്റെ എണ്ണോ എഴുതി നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. ഒന്നാമത്തത് CH3CO CH2 CH3. ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അയ്യോ എന്റെ മാർക്ക് പോയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം ഏതൊക്കെ ടൈപ്പ് ഐസോമർസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫംഗ്ഷൻ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, അതുപോലെ ചെയിൻ ഐസോമർസ് ഉണ്ട്, അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പഠിക്കാതെ നമുക്ക് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം, മോളിക്കുലാർ ഫോർമുല എഴുതാം. അതായത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തത് 1 2 3 4 കാർബൺ, അപ്പൊ C4 എന്ന് എഴുതി. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 6 8 അല്ലെ, 8 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? ഓക്സിജനെ വിട്ട് കളയരുത്, ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ C4H8O എന്ന് കിട്ടി. ഇതുപോലെ നിങ്ങൾ എല്ലാത്തിന്റെയും എഴുതി നോക്കുക. അടുത്തതിന്റെ എഴുതി നോക്കുക. 1 2 3 കാർബൺ, അപ്പൊ C3 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 6 7 8 അല്ലെ, C3H8. വീണ്ടും ഇവിടെ ഒരു O ഉണ്ട് കേട്ടോ, വിട്ട് കളയരുത്, C3H8O. അതുപോലെ അടുത്ത നോക്കൂ. അടുത്തതിൽ നമുക്ക് വരുന്നത് C4 അല്ലെ, 1 2 3 4. ഇതെടുക്കരുത്, ഇത് ക്ലോറിൻ ആണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ C4. അതുപോലെ തന്നെ H എത്ര എണ്ണം ഉണ്ട്? 3 2 5 5 2 7 8 9 അല്ലെ, C4H9 എന്ത് വന്നു? Cl എന്ന് വന്നു. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കൂ. CH3 CH2 CH2 CHO അല്ലെ, അതിന് നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതി കഴിഞ്ഞാൽ 4 കാർബൺ ആണ്. അതുപോലെ തന്നെ എന്ത് വന്നു? 3 2 5 6 7 8 അല്ലെ, 8 O എന്ന് വന്നു. അതുപോലെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 കാർബൺ. അതുപോലെ ഹൈഡ്രജൻ നിങ്ങൾ നോക്കുക, നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ, ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണ്. 3 2 5 വീണ്ടും എന്ന് വന്നു, 5 വന്നു, അങ്ങനെ 10 O എന്ന് വന്നു. ഓക്കെ, അടുത്ത വന്നു നമുക്ക് C3H എന്ത് വന്നു? 3 2 5 5 3 8 O എന്ന് വന്നു. സമയം കളയണ്ട, പെട്ടെന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. 1 2 3 4 5 അല്ലെ, C5H എത്ര വന്നു? 3 2 5 6 7 7 3 10 O എന്ന് വന്നു. അടുത്ത നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു അല്ലെ, C1 2 3 4 അല്ലെ, തെറ്റിക്കരുത്, 4. അതുപോലെ തന്നെ ഹൈഡ്രജൻ 5 6 6 3 9 അല്ലെ, C4H9 Cl എന്ന് വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇപ്പോ മോളിക്കുലാർ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരുപോലെ മോളിക്കുലാർ ഫോർമുല വരുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒരുപോലെ മോളിക്കുലാർ ഫോർമുല വരുന്നത്, ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സൈഡിൽ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് വെക്കുക. ഒരുപോലെ മോളിക്കുലാർ ഫോർമുല C4H8O. ഇവിടെ നിങ്ങൾ നോക്കൂ, C4H8O ആർക്കാ വന്നിട്ടുള്ളത്? ഇവന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവനും അതുപോലെ തന്നെ ഇവനും എന്താണ്? പെയറാണ്, ഐസോമർ പെയറാണ്. പറഞ്ഞ മനസ്സിലായോ? വേറെ ആർക്കെങ്കിലും C4H8O വന്നിട്ടുണ്ടോ? നോക്ക്, ആർക്കും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എയും അതുപോലെ തന്നെ ആരുമാണ്? എയും അതുപോലെ തന്നെ ഡിയും എന്താണ്? പെയറാണെന്ന് മനസ്സിലായി. ഓക്കെ, എയും ഡിയും പെയറാണ്. അതുപോലെ അടുത്ത നോക്കുക, C3H8O. ഈ C3H8O ആർക്കാ വന്നിട്ടുള്ളത്? ഇവന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ബിയും എഫും പെയറാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ബിയും അതുപോലെ തന്നെ എഫും എന്താണ്? പെയറാണ്. ഓക്കെ, അടുത്ത നോക്കുക, C4H9 Cl. ഇവിടെ അതെ, C4H9 Cl. അപ്പൊ നമുക്ക് മനസ്സിലായി സിയും അതുപോലെ തന്നെ എച്ചും എന്താണ്? പെയറാണെന്ന് മനസ്സിലായി. അടുത്ത നോക്കടാ, അടുത്തത് ആര് മാത്രമേ ഉള്ളൂ? ഇയും ജിയും. അപ്പൊ എല്ലാവരും എന്താണ്? പെയറുകളാണ്, ആരും സിംഗിൾ ആയിട്ടില്ല. ഓക്കെ, യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരും എന്തായിട്ടില്ല? സിംഗിൾ ആയിട്ടില്ല, എല്ലാവർക്കും എന്തുണ്ട്? പെയർ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി സിയും എച്ചും പെയറാണ്. അതുപോലെ തന്നെ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇയും അതുപോലെ തന്നെ നമുക്ക് പറയാം ജിയും അല്ലെ, ഇയും അതുപോലെ തന്നെ ജിയും എന്താണ്? പെയറാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഐസോമറിക് പെയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. പെയറുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. മോളിക്കുലാർ ഫോർമുല എഴുതുക, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾ എടുക്കേണ്ടത് എയും ഡിയും എടുക്കുക. ഓക്കെ, എയും എടുത്തു
ഡിയും എടുത്തു. ഇതിലേക്ക് മാത്രം നോക്കണേ, എയിലേക്കും ഡിയിലേക്കും മാത്രം നോക്കുക. എയില് CO ഗ്രൂപ്പ് ഇവിടെയാണ് കിടക്കുന്നത്, ഡിയില് CHO ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. എയില് CO കീറ്റോൺ, മറ്റേതില് CHO ഗ്രൂപ്പ്, CHO ആൽഡിഹൈഡ്, കീറ്റോൺ ആൽഡിഹൈഡ്, കീറ്റോൺ ആൽഡിഹൈഡ്. എന്തിലാ മാറ്റം വന്നിട്ടുള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിലാ മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ഏത് ടൈപ്പ് ഐസോമർസ് ആയിരിക്കും? ഫങ്ഷണൽ ഐസോമർസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി എയും ഡിയും ഏത് ടൈപ്പാണ്? ഫങ്ഷണൽ ഐസോമർസ് ആണ്. ഓക്കെ, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാത്തത്, എനിക്ക് ഈ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് എഴുതാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി CO, ഇവിടെ CHO. അപ്പൊ CO CHO രണ്ടും ഡിഫറെന്റ് ഫങ്ഷൻ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഫങ്ഷണൽ ഐസോമറിസം സിമ്പിൾ. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കാം ബിയും എഫും. ബിയും എഫും, ബിയില് OH, എഫിലും എന്ത് തന്നെയാണ്? OH ആണോ? അല്ല. എന്താ വന്നിട്ടുള്ളത്? O ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി അതും എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്? ഇവിടെ OH ഗ്രൂപ്പ്, ഇവിടെ O ഗ്രൂപ്പ്. എന്താ വ്യത്യാസം വന്നേ? അവിടെ ആൽക്കഹോള്, ഇവിടെ എന്താ? ആൽക്കോക്സി. ആൽക്കഹോള്, ആൽക്കോക്സി, രണ്ട് ഫങ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഐസോമർസ് ആയിരിക്കും, ഫങ്ഷണൽ ഐസോമർസ് ആയിരിക്കും. അപ്പൊ ബിയും എഫും എന്ത് തന്നെയാണ്? ഫങ്ഷണൽ ഐസോമർസ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്ത് നോക്കുക സിയും എച്ചും. സിയും അതുപോലെ തന്നെ എച്ചും. സിയില് വന്നിട്ടുള്ളത് Cl, അടുത്തതിലും വന്നിട്ടുള്ളത് Cl. അപ്പൊ ഫങ്ഷൻ ഗ്രൂപ്പ് മാറ്റൊന്നുമില്ല. അപ്പൊ ഏത് ഐസോമർസ് അല്ല? ഫങ്ഷണൽ ഐസോമർസ് അല്ല എന്ന് മനസ്സിലായി. ബിക്കോസ് ഇവിടെ Cl, ഇവിടെയും Cl, രണ്ട് സ്ഥലത്തും Cl മാറ്റില്ല. അപ്പൊ ഫങ്ഷണൽ ഐസോമർസം അല്ല. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും Clന്റെ എന്തിലാ മാറ്റം വന്നത്? പൊസിഷനിൽ മാറ്റം വന്നു. ഇവിടെ അറ്റത്തെ പൊസിഷൻ അല്ലെ, എൻഡിലെ പൊസിഷനാണ് വന്നത്. ഇവിടെ എത്രാമത്തെ പൊസിഷൻ? രണ്ടാമത്തെ പൊസിഷനിലാണ് വന്നത് Cl. അപ്പൊ എന്താ മാറ്റം വന്നത്? പൊസിഷനിലാണ് അല്ലെ, ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് മാറ്റം വന്നത്. അപ്പൊ ഏത് ഐസോമർസ് ആണ്? ഫങ്ഷണൽ അല്ല കേട്ടോ. ഏതാണ്? പൊസിഷണൽ ഐസോമർസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സിയും എച്ച് ഏതാണ്? പൊസിഷണൽ ഐസോമർസ് ആണ് കേട്ടോ, പൊസിഷണൽ ഐസോമർസ്. ഓക്കെ, ഇനി അതുപോലെ ഇയും ജിയും നോക്കുക. ഇയും ജിയിലും നിങ്ങൾ നോക്കിയേ, ഇയില് CO ഗ്രൂപ്പാണ് ഫങ്ഷണൽ ആയിട്ട് വന്നത്, ജിയിലും CO ഗ്രൂപ്പാണ് വന്നത്. പക്ഷേ ഈ CO ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ CO ഗ്രൂപ്പ് ചെയിനില് 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിലാണ് വന്നത്. ഇവിടെ ആണെങ്കിലോ 1, 2 രണ്ടാമത്തെ പൊസിഷനിലാണ് വന്നത്. CO ഗ്രൂപ്പിനെ രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് മെറ്റാമർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മെറ്റാമർ. അപ്പോൾ ഇയും ജിയും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെറ്റാമർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ബിക്കോസ് ഇവിടെ സ്ട്രൈറ്റ് ചെയിൻ ആണ്. സ്ട്രൈറ്റ് ചെയിനിൽ ഈ CO ഗ്രൂപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? മെറ്റാമർ ആയിരിക്കും കേട്ടോ, തെറ്റിക്കരുതേ. അപ്പൊ അത് മെറ്റാമർ ആയിരിക്കും. പൊസിഷൻ ഒക്കെ കൊണ്ടുപോയി എഴുതും, തെറ്റാണത്, പൊസിഷൻ അല്ല, മെറ്റാമർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുമില്ല, അതിന്റെ മോളിക്കുലർ ഫോമിൽ എഴുതുക, കൃത്യമായിട്ടുള്ള പെയറിനെ കണ്ടുപിടിക്കുക, ആ പെയർ വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ SSLC 2026 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. SSLC 2026 ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഐസോമറിക് പെയർ നിങ്ങൾ തെറ്റിക്കരുത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കുട്ടികളിലേക്ക്, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളിലേക്ക് വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.